ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് വിത്ത് എസ്സേയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പാർട്ട് 8 സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഗ്രാമറിൻ്റെ യാതൊരു പിൻബലവുമില്ലാതെ വളരെ ചെറിയ വേർഡ്സുകളിലൂടെയും ചെറിയ സെൻറ്റൻസുകളിലൂടെയുമൊക്കെ വളരെ സിമ്പിളായി സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ പാർട്ട് 7 കഴിഞ്ഞു. അതിൻ്റെ കമൻസും അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്കും ഒക്കെ വളരെ നന്നായിരുന്നു. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറുമ്പോൾ വളരെ സിമ്പിളായി എങ്ങനെ വീടുകളിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം എന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ ചെറിയ രീതിയിൽ മാത്രം ഇംഗ്ലീഷ് അറിയാവുന്ന മാതാപിതാക്കൾക്കും ഒപ്പം കുട്ടികൾക്കും എങ്ങനെയൊക്കെ ഒരു ചെറിയ സപ്പോർട്ട് ഇംഗ്ലീഷിൻ്റെ രീതിയിൽ കൊടുക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നാം വീടുകളിൽ രാവിലെ കുട്ടികൾ ഉണരുന്നു, മാതാപിതാക്കൾ ഉണർത്തുന്നു, അവർ എണീറ്റ് പോകുന്നു, അവർ ഓരോ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനായി ശ്രമിക്കുന്നു. അപ്പോഴൊക്കെ നമുക്ക് എങ്ങനെ അവരെ ഇംഗ്ലീഷിലൂടെ കൊണ്ടുപോകാം എന്നുള്ളതിന് നമുക്ക് നോക്കാം. ആദ്യം നാം ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഉണർത്തുന്നു. അവിടെ തന്നെ നമ്മുടെ ഗുഡ് മോർണിംഗ് എന്ന 2 വേർഡ്സിലൂടെ നമുക്ക് കുട്ടികളെ പെട്ടെന്ന് സന്തോഷത്തോടു കൂടി എണീപ്പിക്കാം. അപ്പോൾ ഇങ്ങനെ വെറും 2 വേർഡ്സ് യൂസ് ചെയ്ത്, അതായത് ആ 2 വേർഡ്സ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം, നമുക്ക് പടിപടിയായി മുന്നോട്ട് പോകാം. വെറും 2 വേർഡ്സിലൂടെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് നോക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം കുട്ടിയോട് നമുക്ക് പറയാം വേക്കപ്പ്. വേക്കപ്പ് വേക്ക് അപ്പ് മീൻസ് എഴുന്നേൽക്കൂ. അപ്പം ഉറക്കത്തിൽ നിന്നും ഒരു കുട്ടി ഉണരാനായി നമുക്ക് ആ കുട്ടിയോട് വേക്ക് അപ്പ് എന്ന ഫസ്റ്റ് സെൻറ്റൻസ് 2 വേർഡ്സ് സെൻറ്റൻസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അടുത്തതായി നമുക്ക് പറയാം കം ഹിയർ, ഇവിടെ വരൂ. കം ഹിയർ, ഇവിടെ വരൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേക്കപ്പ് പറയുന്നു, പിന്നീട് കം ഹിയർ. ദെൻ നമുക്ക് പറയാം ബ്രഷ് നൗ. അപ്പം പല്ല് തേക്കാൻ പറയുകയാണ്, അല്ലെങ്കിൽ കുളിക്കാൻ പറയുകയാണ്. ബ്രഷ് നൗ, ഇപ്പോൾ കുളിക്കൂ, നീ പോയി കുളിക്കൂ. എന്നിട്ടോ ബാത്ത് നൗ, ഇപ്പോൾ കുളിക്കാനാണ് പറയുന്നതെങ്കിൽ ബാത്ത്. അതുപോലെ ബ്രഷ്, പിന്നെ വേണമെങ്കിൽ പറയാം ബ്രഷ് പ്രോപ്പർലി. ഓക്കെ, ബാത്ത് പ്രോപ്പർലി, നന്നായി കുളിക്കൂ, നന്നായി ബ്രഷ് ചെയ്യൂ, ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ ഇതിനിടയ്ക്ക് എത്ര വാക്കുകളിലൂടെയും എത്ര സെൻറ്റൻസുകളിലൂടെയും കടന്നുപോയി എന്ന് നോക്കുക. അപ്പോൾ കുട്ടി എണീറ്റ് വരുമ്പോൾ തന്നെ ഗുഡ് മോർണിംഗ് പറയാം, വേക്കപ്പ്, കം ഹിയർ, ബ്രഷ് പ്രോപ്പർലി, ബാത്ത് പ്രോപ്പർലി. പിന്നെ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്ന, അതായത് മുസ്ലിങ്ങളാണെങ്കിൽ നമസ്കരിക്കുന്നു, പിന്നെ മറ്റുള്ള കുട്ടികളാണെങ്കിൽ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനികൾ ചർച്ചിലേക്ക്, ഇങ്ങനെയൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് പ്രേ സൈലൻ്റ്ലി, ഓർ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ പ്രേ പ്രോപ്പർലി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കാം. അതിനുശേഷം കുട്ടിയോട് നാം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരോട് പറയാണ് സിറ്റ് ഹിയർ, ഇവിടെ ഇരിക്കൂ. സിറ്റ് ഹിയർ, ഇവിടെ ഇരിക്കൂ. എന്നിട്ട് പറയാം സ്റ്റഡി വെൽ, നന്നായി പഠിക്കൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏർലി മോർണിംഗിൽ തന്നെ നമുക്ക് അവരോട് പറയാവുന്ന ചില കാര്യങ്ങളാണ്. ഹൗ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കൂ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇവിടെ റെഡിയാണ്. അപ്പോൾ വേക്കപ്പ്, കം ഹിയർ, ബ്രഷ് നൗ, ബാത്ത് നൗ, ബ്രഷ് പ്രോപ്പർലി, ബാത്ത് പ്രോപ്പർലി, pray silently, do it, sit here, study well. ഇങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമുക്ക് 2 വാക്കുകളിലൂടെ അവരോട് സംസാരിക്കാൻ കഴിയും, ഇല്ലേ? നമുക്ക് പല രീതിയിൽ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഹൗ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമാണെങ്കിൽ ഹൗ ലഞ്ച്. രാത്രിയാണെങ്കിൽ ഹൗ ഡിന്നർ. എന്നിട്ടോ ടേക്ക് ഇറ്റ്, ഇതെടുക്കൂ. സേ ഇറ്റ്, ഇത് പറയൂ, അല്ലെങ്കിൽ അത് പറയൂ. ഷോ ഇറ്റ്, അത് കാണിക്കൂ, അല്ലെങ്കിൽ ഇത് കാണിക്കൂ. ഇങ്ങനെ ഓരോ ടൈമിലും നമുക്ക് ഓരോ രീതിയിൽ, അതായത് ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് അവരോട് സിമ്പിളായി സംസാരിക്കാം. അതുപോലെ ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ടെക്സ്റ്റ് കാണിച്ചിട്ട് ടേക്ക് ഇറ്റ്, അതെടുക്കൂ. ഓപ്പൺ ഇറ്റ്, അത് തുറക്കൂ. റീഡ് ഇറ്റ്, അത് വായിക്കൂ. റീഡ് ദിസ്, ഇത് വായിക്കൂ. റീഡ് ദാറ്റ്, അത് വായിക്കൂ. റൈറ്റ് ഇറ്റ്, നീ അത് എഴുതൂ. ഓക്കെ, റൈറ്റ് ഇറ്റ്, റൈറ്റ് ദിസ്, ഡു ഇറ്റ്, ഇത് ചെയ്യൂ. എന്നിട്ടോ സ്പീക്ക് ഇറ്റ്, അത് പറയൂ. ഓക്കെ, ലിസൺ ഇറ്റ്, അത് ശ്രദ്ധിക്കൂ. സേ ഇറ്റ്, ഷോ ഇറ്റ്,
ഓക്കെ. എന്നിട്ടോ ഭക്ഷണം കഴിക്കുന്നിടത്ത് വരുമ്പം ഈറ്റ് ഇറ്റ്, ഇത് കഴിക്കൂ. ഡ്രിങ്ക് ഇറ്റ്, ഇത് കുടിക്കൂ. ക്ലീൻ ഇറ്റ്, അത് വൃത്തിയാക്കൂ. ഓക്കെ. അപ്പോൾ ഈ 2 വേർഡ്സ് കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവായി കുട്ടികളിൽ നമുക്ക് അവതരിപ്പിക്കാവുന്ന കമാൻഡ്സാണ്. കമാൻഡ്സ്, അത് ഗ്രാമറിലേക്ക് ഞാൻ പോകാത്തത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്. അതായത് കുട്ടികളോട് ഇതിൻ്റെ കൂടെ ഒരു പ്ലീസ് ചേർത്താൽ, ഇപ്പം പ്ലീസ് ടേക്ക് ഇറ്റ്, അതൊന്നെടുക്കൂ. അപ്പോൾ പ്ലീസ് ചേർത്താൽ എന്തായി? വളരെ മര്യാദയോടുകൂടി, നമ്മൾ വളരെ താഴ്മയോടുകൂടി. ഇപ്പം അമ്മ കുട്ടിയോട് പറയാം വേക്കപ്പ്, എണീക്കൂ. എന്നാൽ കുട്ടിക്ക് അമ്മയോട് പ്ലീസ് വേക്കപ്പ് അമ്മ, അമ്മ ഒന്ന് എണീക്കൂ അമ്മ. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ അവിടെ പ്ലീസ് ചേർക്കാതെ വേക്കപ്പ് എന്നാണ് പറയുന്നതെങ്കിൽ എണീക്ക്, ഇതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് പറയാം സ്റ്റേ ഡൗൺ. ഇപ്പം വേക്കപ്പ് പറഞ്ഞ പോലെ ഗോ സ്ലീപ്പ്, ഉറങ്ങാൻ പോവും. ഓക്കെ. ടേക്ക് കെയർ നമ്മളെപ്പോഴും പറയുന്നതാണ്. അതുപോലെ സ്റ്റേ സേഫ്, സുഖമായിരിക്കട്ടെ. ഓക്കെ. ദെൻ ഇച്ചിരി കഴിഞ്ഞിറങ്ങിയാൽ മതി, സ്ലീപ്പ് ലേറ്റർ. ഓക്കെ. അപ്പോൾ അതാ സംസാരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരാം. അത് നമ്മൾ പറഞ്ഞ് 1-2 പ്രാവശ്യം പറഞ്ഞ് പഠിക്കുമ്പോൾ അതറിയാതെ തന്നെ വരും. അതുപോലെ ലീവ് ഇറ്റ്, ലീവ് ഇറ്റ്, അത് കളയൂ. ലീവ് ദാറ്റ്, അത് കളയൂ. റീഡ് ഇറ്റ്, ഇത് വായിക്കൂ. റീഡ് ദാറ്റ്, അത് വായിക്കൂ. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ കുട്ടിയിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം നോട്ട് ദാറ്റ്, അതൊന്ന് നോട്ട് ചെയ്യൂ, അതൊന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടിയുടെ അടുത്ത് ഹാവ് ഫുഡ്, ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ കഴിച്ചോ എന്നുള്ളതാണ് കൂടുതലായിട്ട്. ഹാവ് ഫുഡ്, നീ കഴിച്ചിരുന്നോ? നോട്ട് നൗ മാം, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ എനിക്ക് വേണ്ട എന്ന്. ഇപ്പോൾ എനിക്ക് വേണ്ട, നോട്ട് നൗ. അമ്മയോട് പറയണം നോട്ട് നൗ, ഇപ്പോൾ വേണ്ട. അപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു ചോദിക്കാം വൈ നോട്ട്, എന്തുകൊണ്ട് വേണ്ട. അപ്പോൾ കുട്ടിക്ക് തിരിച്ച് പറയാം നോട്ട് ഹംഗ്രി. ഓക്കെ. അപ്പോൾ ഹാവ് ഫുഡ്, ഭക്ഷണം കഴിക്കൂ. നോട്ട് നൗ, ഇപ്പോൾ വേണ്ട. കുട്ടി മറുപടി പറയുന്നു വൈ നോട്ട്, എന്തുകൊണ്ട് വേണ്ട. നോട്ട് ഹംഗ്രി, എനിക്ക് വിശപ്പില്ല. അപ്പോൾ ഇതുപോലെ കുഞ്ഞു സെൻറ്റൻസുകളാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങൾ പഠിച്ചു വെക്കുകയോ മനസ്സിലാക്കി വെക്കുകയോ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വേർഡ്സ് വീണ്ടും ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഇന്ന് നമ്മൾ 2 വേർഡ്സാണ്, 2 വേർഡ്സ് കോൺവെർസേഷനാണ്. ഇനി നമുക്ക് 3 വേർഡ്സ് കോൺവെർസേഷനിലേക്ക് പോകാം. പിന്നീട് നമുക്ക് സെൻറ്റൻസിലേക്ക് പോകാം. വളരെ സിമ്പിളായി എളുപ്പം നമുക്ക് ഓരോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അനുസരിച്ച് എങ്ങനെ സംസാരിക്കാം എന്നതെല്ലാം നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിപ്പോൾ പാർട്ട് 8 ആണ്. ഇതിനു മുമ്പ് പാർട്ട് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം, നിങ്ങളത് കാണുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഗ്രാമർ ബേസ്ഡ് ആയിട്ടാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കാണേണ്ടതെങ്കിൽ ഈ വീഡിയോയുടെയൊക്കെ കുറേ മുമ്പ് തന്നെ 10 months ബിഫോർ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് 30 ദിവസം കൊണ്ട് ഈസിയായി പഠിക്കാം എന്നുള്ള രീതിയിൽ ഒരു 30 ദിവസത്തെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡേ 1 ഡേ 2 എന്ന രീതിയിൽ ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതുകൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായി ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമുക്കൊന്നുകൂടെ നോക്കാം. വേക്കപ്പ്, എഴുന്നേൽക്കൂ. കം ഹിയർ, ഇവിടെ വരൂ. ബ്രഷ് പ്രോപ്പർലി, നന്നായി ബ്രഷ് ചെയ്യൂ. ബാത്ത് പ്രോപ്പർലി, നന്നായി കുളിക്കൂ. പ്രേ സൈലൻ്റ്ലി, നന്നായി പ്രാർത്ഥിക്കൂ. പ്രേ സൈലൻ്റ്ലി, പതിയെ, അല്ലെങ്കിൽ പ്രേ പ്രോപ്പർലി, നന്നായി പ്രാർത്ഥിക്കൂ. സിറ്റ് ഹിയർ, ഇവിടെ ഇരിക്കൂ. സ്റ്റഡി വെൽ, നന്നായി പഠിക്കൂ. ഡു ഇറ്റ്, ഇത് ചെയ്യൂ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മോർണിംഗിലോ നമുക്ക് ഏത് ടൈമിലാണോ നമുക്ക് ഇത് മനസ്സിലേക്ക് വരുമ്പം ഇത് ഓർത്തോർത്ത് നിങ്ങൾക്ക് പറയാം. ഓക്കെ. പിന്നെ കുട്ടി പാത്രങ്ങൾ കിടക്കുന്നു, അല്ലെങ്കിൽ മുറിയൊന്ന് വൃത്തിയാക്കാം. കം ഹിയർ, വരൂ, ഇവിടെ വരൂ. ക്ലീൻ ഇറ്റ്, ഇവിടെ വൃത്തിയാക്കൂ. അപ്പം കം ഹിയർ ആൻഡ് ക്ലീൻ ഇറ്റ് വരുമ്പം ഇവിടെ വന്ന് ഇത് വൃത്തിയാക്കൂ. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ നമുക്ക് പറയാം ഈറ്റ് ഇറ്റ്, ഇത് കഴിക്കൂ. ഡ്രിങ്ക് ഇറ്റ്, ഇത് കുടിക്കൂ. ഗോ ദെയർ, അവിടെ ചെല്ലൂ. ഓക്കെ. എന്നിട്ടോ ഇപ്പോൾ പഠിക്കാനിരിക്കുന്ന കുട്ടിയോട് പറയാം ഓപ്പൺ ഇറ്റ്, തുറക്കൂ. റീഡ് ദിസ്, അത് വായിക്കൂ, അല്ലെങ്കിൽ റീഡ് ദാറ്റ്, അത് വായിക്കൂ, അല്ലെങ്കിൽ ഇത് വായിക്കൂ. റൈറ്റ് ഇറ്റ്, അത് എഴുതൂ. ഓക്കെ. ലിസൺ ഇറ്റ്, അത് ശ്രദ്ധിക്കൂ. ഓക്കെ. അപ്പോൾ സ്പീക്ക് ഇറ്റ്, അത് പറയൂ. സേ ഇറ്റ്, അത് പറയൂ. ഷോ ഇറ്റ്, അത് കാണിക്കൂ. ഓക്കെ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ക്ലോസ് ഇറ്റ്. ഓപ്പൺ ഇറ്റ് പോലെ നമുക്ക് ക്ലോസ് ഇറ്റ് പറയാം. അതുപോലെ ഉറങ്ങാൻ പോകുമ്പോൾ ഗോ സ്ലീപ്പ്,
ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ അപ്പ്. ഓക്കെ, ഇപ്പോൾ അല്ലാതെ തന്നെ ലീവ് ഇറ്റ്, ലീവ് ദാറ്റ്, റീഡ് ദാറ്റ്, നോട്ട് ദാറ്റ്. പിന്നെ ഭക്ഷണം ഇപ്പോൾ വേണ്ടാന്ന് പറയുന്നത് ഹാവ് ഫുഡ്, ഭക്ഷണം കഴിച്ചു എന്നാണ്. അപ്പോൾ നോട്ട് നൗ, ഇപ്പോൾ വേണ്ട. വൈ നോട്ട്, എന്തുകൊണ്ട് വേണ്ട. നോട്ട് ഹംഗ്രി, എനിക്കിപ്പോൾ വിശപ്പില്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയുള്ളു. ഇപ്പോൾ ഡൂ ഇറ്റ് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് പറയാം. ഡോണ്ട് ഡൂ ഇറ്റ്, അത് ചെയ്യരുത്. ഇപ്പം പിന്നെ ലീവ് ഇറ്റ് എന്നല്ല, ഡോണ്ട് ലീവ് ഇറ്റ്, അത് ചെയ്യരുത്. അത് നമുക്കിങ്ങനെ ചെയ്യരുത്, വേണ്ട എന്നുള്ള പറച്ചിലുകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് എല്ലാം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടി നിങ്ങൾ ഇതിൻ്റെയോടൊപ്പം തന്നെ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടി റെഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷിൻ്റെ പെട്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ്സ് ആൻഡ് ഒപ്പീനിയൻസ് എൻ്റെ എനിക്ക് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷനാണ്. അത് ക്രിറ്റിസിസവും ആവാം. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത് എന്നതുകൂടി പറയുക. ഒപ്പം തന്നെ ഇംഗ്ലീഷ് വായിക്കാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കമൻസ് കാണുന്നുണ്ട്. തീർച്ചയായും ഞാനത് എങ്ങനെ വായിക്കാം എന്നത് ഇംഗ്ലീഷിൽ ഉള്ളത് തന്നെ മലയാളത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ അടുത്ത ഒരു വീഡിയോ ഉടൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം പാർട്ട് 1 മുതൽ 8 വരെ വളരെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയവും. അതുകൊണ്ട് തന്നെ കൂടുതൽ ക്ലാസ്സുകൾക്ക് ശ്രദ്ധ കൊടുക്കുക. ആ ക്ലാസ്സുകൾ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.